ആക്ച്വലി ഇത്രയും ഒരു പ്രതീക്ഷിച്ചിട്ടില്ല. മീഡിയ ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരായാലും എല്ലാവർക്കും താങ്ക്സ്. ഞാനും വേറൊന്നുമല്ല സംസാരിക്കാൻ അങ്ങനെ. പിന്നെ എല്ലാവരും വിളിച്ച് കേട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡോക്ടറാണ് എൻ്റെ പ്രൊഫഷൻ. ഞാൻ ഈ സിനിമയിൽ വളരെ യാദൃച്ഛികമായിട്ടാണ് അതിൻ്റെ തലേ ദിവസം വിളിച്ചിട്ട് എന്നോട് ജലീൽ പറഞ്ഞു അക്ഷര ഫ്രീ ആണ്, ജലീൽ ഫ്രീ ആണ്, ഒരു പടമുണ്ട്, പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ ആർട്ടിസ്റ്റിന് വേറെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നുണ്ട് അവര് പിന്മാറി. പിന്നെ ജലീലിനോട് എനിക്ക് നോ പറഞ്ഞിട്ട് ഒരു ശീലമില്ല. എന്റെ ആദ്യത്തെ പടത്തിന്റെ ജോലി. അപ്പൊ ഈ എല്ലാരും പറഞ്ഞ പോലെ തന്നെ പുള്ളിന്റെ ഫ്രെയിമിൽ ഭ്രമിച്ചു പോയ ഒരാളാണ് ഞാൻ. അത്ര കോൺഫിഡന്റ് അല്ലായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ, അല്ലെങ്കിൽ എന്റെ ഫേസ് സിനിമയിൽ എങ്ങനെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നൊക്കെയുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ബട്ട് ജലീൽക്ക ഫ്രെയിം വെച്ചതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് സ്ക്രീനിൽ കാണാൻ വലിയ കുഴപ്പമില്ല. അങ്ങനെയാണ് എന്റെ കോൺഫിഡൻസ് ഞാൻ ബിൽഡ് ചെയ്തത്. അപ്പൊ പിന്നെ സെക്കൻഡ് ഫിലിം പുള്ളി വിളിക്കുമ്പോൾ നോ പറയാന്നുള്ളത് എന്റെ ചിന്തയിലുള്ള ഒരു കാര്യമായിരുന്നു. ദോ ഐ വാസ് ബിസി, ശരിക്കും തിരക്കാണെങ്കിൽ കൂടി ഞാൻ പറഞ്ഞു ജലീൽക്ക ഞാൻ ചെയ്യാം. അപ്പൊ എന്നോട് പറഞ്ഞു നല്ല പെർഫോമൻസ് സ്കോപ്പുള്ള ഡയറക്ടറാണ്. അപ്പോ ഡയറക്ടറിനോട് പറഞ്ഞു ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാ, ഇല്ലെങ്കിൽ ഇത് ബാക്കിയുള്ള ആരെങ്കിലും വന്ന് ചെയ്തിട്ട് പോകും. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ഭീകര സംഭവമായിരിക്കും. അപ്പൊ ഞാൻ സെറ്റിൽ വന്നപ്പോ എനിക്ക് കഥയൊന്നും അറിയില്ല. എന്നോട് രണ്ട് ക്യാരക്ടറിന്റെ ആദ്യത്തെ കോസ്റ്റ്യൂം എന്നോട് ട്രൈ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് ക്യാരക്ടറാണ്. അത് എനിക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. Advocate, anyway you are a professional, so you could very well handle an advocate character. So I was like, yeah, I could handle. അത് കഴിഞ്ഞ അന്നത്തെ ദിവസം എനിക്ക് മറ്റേ കോസ്റ്റ്യൂം ഞാൻ വെറുതെ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഒരു ട്രാൻസിഷൻ നല്ല രസമുണ്ട്, പെർഫെക്റ്റ്, നമ്മൾ അധികം ഉപയോഗിക്കാത്തൊരു കോസ്റ്റ്യൂം. പക്ഷേ ഓവർ ദ ഡേയ്സ് ആണ് എനിക്ക് മനസ്സിലായത് ഇത് അത്ര എളുപ്പമുള്ള ഒരു ട്രാൻസിഷൻ അല്ല, കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോ ഇപ്പോ സാർ പറഞ്ഞ് കേട്ടപ്പോ എനിക്കൊരു സന്തോഷം. ഐ കുഡ് എക്സിക്യൂട്ട് ഇറ്റ്, അറ്റ്ലീസ്റ്റ് ഫോർ ഹിസ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഐ കുഡ് എക്സിക്യൂട്ട് ഇറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഹാഫ് ഈസ് ഡൺ. ഒരു ഡയറക്ടർ ആഗ്രഹിച്ച പോലെ ഒരു ട്രാൻസിഷൻ ഒരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ഓക്കെ, ഈ പറയുന്ന പോലെ ഒരു 60% ഞാൻ ചെയ്തു എന്നൊരു വിശ്വാസം എനിക്കിപ്പോ തോന്നുന്നു. ബാക്കി നമുക്ക് ഫിലിം കാണുമ്പോ തീരുമാനിക്കാം ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താണ്. ഒരുപാട് നന്ദിയുണ്ട് ജലീലിനോടും സാറിനോടും ബാക്കി എൻ്റെ ക്രൂ. ഈ പറഞ്ഞ പോലെ ഒരു വളരെ ചെറിയ ക്രൂ ആയിരുന്നു നമ്മളുടെ. ബട്ട് ഐ വാസ് വെരി ഹാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് 1-to-1 കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട്, ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ എനിക്ക് സെറ്റില് രാത്രിയാകുമ്പോൾ ഉറങ്ങാതിരിക്കാൻ മിഠായി മേടിച്ചു തരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതും ഞാനും വളരെ ലൈക്ക് എന്താ പറയാ, നമ്മളുടെ എന്റെ പ്രൊഫഷൻ ഡോക്ടർ, നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ രാത്രി ഒരുപാട് ഉറക്കൊഴിഞ്ഞിട്ടൊക്കെ ജോലി എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ സമയം നമ്മള് ഈ മിഠായി കോഫി എന്നൊക്കെ പറയുന്നത് അതിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. സോ എനിക്ക് ആ സമയത്ത് ആ മിഠായി ഒരുപാട് വലിയ കാര്യമായിരുന്നു. പുള്ളിയാണ് എനിക്ക് മിഠായി കൊണ്ടുതരുന്ന ആള്. അതെനിക്ക് വളരെ, ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു കാര്യമാണ്. ശരി, വളരെ നന്ദി. ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സലീംകുമാറൊക്കെ പറയുന്ന കാര്യം പറയണമെങ്കിൽ ആദ്യമായിട്ട്
ഒരു പ്രൊഡ്യൂസർ കടന്നു വന്ന സിനിമയാണ്. അതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12-13 വർഷക്കാലമായി സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഒരു ചെയ്ത സിനിമകൾ എല്ലാം വഴി ഒരുപാട് കടബാധ്യതകൾ വരികയും അങ്ങനെ ഒരു സർക്കാർ ജീവനക്കാരായിരുന്ന ഞാൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുകയും ഒക്കെ ചെയ്തൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഒരു സിനിമയുടെ കഥയുമായി വന്നപ്പോൾ അത് 2 സിനിമ ചെയ്യാം എന്നുള്ള രീതിയിൽ വരികയും ഒരു സിനിമ അദ്ദേഹത്തിന്റെ സംവിധാനം ചെയ്യുകയും ഒരു സിനിമയ്ക്ക് 2 സിനിമയ്ക്ക് തിരക്കഥ എഴുതാനും ഒക്കെ ഞാൻ തയ്യാറായി വരികയും ഇപ്പൊ ഈ സിനിമ യാഥാർത്ഥ്യമാകുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇതിൽ അഭിനയിച്ച ഈ പ്രൊഡ്യൂസർ ഡയറക്ടർ ബന്ധങ്ങൾ, ഞാനിപ്പോ ഇതില് ഈ സിനിമയുടെ ഒരു സന്ദേശം മുമ്പോട്ട് വയ്ക്കുകയാണ്. സത്യത്തിൽ സിനിമയുടെ ആദ്യത്തെ ആള് പ്രൊഡ്യൂസറാണ്, സംവിധായകനല്ല. കാരണം നമ്മുടെ നാട്ടില് ഒരുപാട് ആളുകൾ കഥയൊക്കെ ആയിട്ട് ആളുകളുണ്ട്. ഇപ്പൊ എന്നെ തന്നെ ഓരോ ദിവസവും പല ആൾക്കാരും വിളിക്കും, സാർ ഒരു കഥ കേൾക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ 2-3 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും സംവിധാനം ചെയ്തതിന്റെ ഒക്കെ ഭാഗമായിട്ട് അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ ആദ്യമായി ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനം. പണ്ട് അങ്ങനെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാൻ കാരണം, ഈ സിനിമയിൽ നമ്മൾ ഒരു അപ്രപാളികളിൽ നമ്മുടെ മുഖങ്ങൾ, അപ്പൊ ആദ്യമായിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ മുഖം തെളിയുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ തെളിയേണ്ട ഒരു മുഖം അതിനെ ആ ഒരു സംരംഭത്തിൽ, പ്രത്യേകിച്ച് ഇതേപോലെയുള്ള പണം തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത പടങ്ങൾക്ക് പൈസ മുടക്കിയ കലാസ്നേഹിയായ അല്ലെങ്കിൽ കലയോട് പ്രതിപത്തി പുലർത്തുന്ന ഒരു നിർമ്മാതാവിന്റെ മുഖമായിരിക്കണം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ടത്. ഞാനിത് പറയാൻ കാരണം, പണ്ടങ്ങനത്തെ ഒരു നിർമ്മാതാവ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, അച്ചാടി രവി എന്ന് പറയുന്ന ഒരു സംവിധായകൻ. അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കൊല്ലത്ത് ഒരു കശുവണ്ടി മുതലാളിയൊക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ പി ഭാസ്കറിന്റെ 3 സിനിമകള്, അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, മലയാള സിനിമയുടെ വളരെ ഗതി നിർണയിച്ച സിനിമ നിർമ്മിച്ച രവീന്ദ്രനാഥൻ നായർ, ജനറൽ പിക്ചേഴ്സ് ഉടമ രവീന്ദ്രനാഥൻ നായർ, അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ അടൂരും ഉണ്ടാകില്ല, അരവിന്ദനും ഉണ്ടാകില്ല, ഭാസ്കർ മാഷും ഉണ്ടാകില്ല. അപ്പൊ അവരൊക്കെ പ്രതിഭാശാലികളായിരുന്നു. പക്ഷേ ആ സംരംഭത്തിന് വളരെ സന്മനസ്സോടെ സിനിമയ്ക്ക് വേണ്ടി പൈസ മുടക്കാൻ തയ്യാറായ അത്തരം ആളുകൾ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നല്ല സിനിമയ്ക്ക് വേണ്ടി മുമ്പോട്ട് വന്ന ഈ ഷാജു വാലപ്പൻ സാറിനെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, ഇതില് പല ആളുകളും വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ സിനിമയുടെ ലൊക്കേഷനിൽ പ്രവർത്തിച്ചത്. അപ്പൊ അവർക്ക് ഈ സലീംകുമാർ നേരത്തെ പറഞ്ഞ പോലെ നന്ദി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന രീതിയിലൊക്കെയാണ് പല സംഭവങ്ങളൊക്കെ നമ്മൾ നടന്നു വരിക്കുന്നത്. കാരണം പലപ്പോഴും ഇത്തരം ഒരു സിനിമകൾക്ക് നമുക്ക് ഒരുപാട് ഫണ്ട് ചെലവാക്കാൻ കഴിയില്ല. കാരണം ഇത് ഒരിക്കലും തിരിച്ചു കിട്ടുന്ന ഒരു ഫണ്ടാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതൊരു കച്ചവട ലക്ഷ്യത്തോടുകൂടിയല്ല ഈ സിനിമ നിർമ്മിക്കുന്നത്. ഈ സിനിമയ്ക്ക് അതിൻ്റെതായ കൃത്യമായ അതിന്റെ കലയും അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ പരിപാടിയിൽ ഈ 2 സിനിമയുടെയും ഭാഗമായ ഈ സിനിമ നിർമ്മിക്കാൻ കൊണ്ടുവന്ന ഇതിന്റെ ഓരോ ഭാഗങ്ങളും, പ്രത്യേകിച്ച് ജലീൽ ബാദുഷയെ പോലുള്ള ക്യാമറമാൻ, അവരൊരു അന്താരാഷ്ട്ര ചലച്ചിത്ര വേദികളിൽ ഒട്ടനവധി സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടുള്ള അല്ലെ അതിൽ പങ്കാളികളായിട്ടുള്ള ക്യാമറമാൻമാർ, അതേപോലുള്ള എനിക്ക് ഏറ്റവും അത്ഭുതപ്പെട്ടു പോയ ഒരു സംഭവം, ഷാജു വാലപ്പൻ സാർ പറഞ്ഞ പോലെ ഈ സിനിമയില് നായികയായിട്ട് അഭിനയിക്കുന്നത് അവരെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ ഒരു ഡോക്ടറാണ്, ഡോക്ടർ അനശ്വര. അവര് അഡ്വക്കേറ്റ് ശ്രീദേവി എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ഞങ്ങൾ ആദ്യം ചിത്രീകരിക്കുന്നത്. അതിനുശേഷം അവര് സുഹറ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് അപ്പുറത്ത് കോസ്റ്റ്യൂം ഇട്ട് വന്നപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല. ഞാൻ ആരോ അവിടെ വന്നിരിക്കുന്നതാണ് വിചാരിച്ചത്. അത്രത്തോളം നമ്മളെ അത്ഭുതപ്പെടുത്തിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ച, അതില് ടൈറ്റിൽ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച മിഹിറാസിന്റെ സഹോദരിയായിട്ട് അഭിനയിച്ച ആമി, ഇവരെല്ലാവരും ഓരോ ആളുകളും നമ്മളെ ഞെട്ടിക്കുന്ന പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ ഫുട്ടേജിലൂടെ യാത്ര ചെയ്തപ്പോൾ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ബോധ്യമായ കാര്യമാണ്. എന്തായാലും ഈ പരിപാടിയിൽ
ഞങ്ങളോടൊപ്പം സഹകരിക്കാനെത്തിയ മാധ്യമ പ്രവർത്തകർക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഈ വേദിയിലെ മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. PRO ആയിട്ട് നമുക്കറിയാം, ഒരു ആക്ടറായിട്ട് നമ്മൾ ഇത് ശരിക്കും കാണാൻ പോവാണ് സ്ക്രീനിൽ. എങ്ങനെ, പേടിയുണ്ടോ, എക്സൈറ്റഡ് ആണോ? പേടിയില്ല, എക്സൈറ്റഡ് ആണ്. PRO ആയിട്ട് ചെയ്തു ആ പ്രൊഫഷൻ ഈ കണ്ടിന്യൂ ചെയ്ത് പോകും. കാര്യം ഇതുവരെ അംഗീകരിച്ചാൽ PRO തന്നെ എന്റെ പ്രൊഫഷൻ, അതിൽ മാറ്റമൊന്നുമില്ല. ജേർണലിസം കഴിഞ്ഞു സിനിമയിലേക്ക് വന്നപ്പോൾ എഴുത്തിലേക്കായി, ചാനലിലേക്കായി, അങ്ങനെ പ്രൊമോഷൻ ആങ്കറിംഗ് ഒക്കെ ചെയ്തു. ആ മേഖല തുടരും. പക്ഷെ അഭിനേതാവുന്ന രീതിയിൽ ഒരു സമാന്തര ചിത്രം, ഓഫീസ് മൂവി, ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അത് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി, നന്നായി ചെയ്യാൻ പറ്റി എന്നാണ് എന്റെ വിശ്വാസം. കണ്ടിരുന്നവർ പറയട്ടെ, എഴുത്തറും എല്ലാവരും ഉണ്ട് അവർ പറയാം. അപ്പം ഇനി ചെയ്ത ചിത്രങ്ങളും ഇറങ്ങാനുണ്ട്. പക്ഷെ അതൊന്നും ഇത്ര ഡെപ്തുള്ള ക്യാരക്ടറൊന്നും അല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ച് മലപ്പുറം മാഷിനോടും സിദ്ദീഖാറിന് എത്ര നന്ദി പറയാൻ പറ്റില്ല. കാര്യം നന്ദി പറഞ്ഞാൽ തീരില്ല. അപ്പൊ അതുപോലെ കഥാപാത്രം ഇനി എന്റെ ജീവിതത്തിൽ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. മെയിൻ കാര്യം ഈ നമ്മുടെ ഏരിയ നായക കഥാപാത്രം ഇനി ആരും ആ ഒരു പ്രായമൊക്കെ കഴിഞ്ഞു. എങ്കിലും തന്നെ ഇതുപോലെ കഥാപാത്രം ആർക്കാണ് കഥാപാത്രം താല്പര്യമില്ല. ഏത് ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആൾക്ക് ഒരു മുൻനിര വേഷം ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, ടാലന്റ് ഉള്ളവരുണ്ടാവും. പക്ഷെ എന്നോട് ചോദിച്ചു, അതെപ്പോഴും അവർക്ക് ഓർമ്മ വന്നു, ഈ കലാകാരനെ എവിടെ വെച്ചിരിക്കുകയായിരുന്നു പുറത്തിട്ട്, ഇപ്പോഴാണോ പുറത്തിട്ട് അന്ന് ചോദിച്ചു. എനിക്ക് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര നമ്മുടെ ചിന്തയിലാകുന്ന ഒരു സംഭവമാണ്. ഭയങ്കര പ്രശംസനീയമായ പേരാണ്. അപ്പം ഇനിയും കഥാപാത്രങ്ങൾ കിട്ടിയാൽ ചെയ്യും. പക്ഷെ PRO ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഈ കാര്യം നമ്മുടെ ഒരുപാട് നടന്മാരും നമ്മളവരെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നമുക്കറിയാം അവരൊക്കെ എവിടെ നിൽക്കും. മലയാള സിനിമയിൽ ഇപ്പൊ നിൽക്കത്തക്ക രീതി വലിയ പടം അറിയാമല്ലോ. ചെയ്യാവുന്നുള്ളൂ. അതിന്റെ കൂടെ അതിനുവേണ്ടി നമ്മൾ വിഷമിച്ച് പോലെ നടക്കാറില്ല. ഇതിനെ ഓവർ ചെയ്യും. കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ.